ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സിലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. പാർട്ട് 6 എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ കുറച്ച് തിയറിയും അതിനുള്ള ഇക്വേഷൻസൊക്കെ പഠിച്ചിരുന്നു. ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ ഡെമോയും നോക്കിയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻസിൻ്റെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഈ കംപ്ലീറ്റ് പ്രോബ്ലം, ഇതിൽ 5 പ്രോബ്ലമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 5 പ്രോബ്ലം യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. പ്രീവിയസ് ഇയർ അല്ല, പ്രീവിയസ് ഇയേഴ്സായിട്ട് എൻജിനീയറിംഗ് മെക്കാനിക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം കാണുമ്പോൾ അത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ആ സിലബസിലുള്ള പ്രോബ്ലം ആണെന്ന് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരേണ്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. വി ആർ ഓൾറെഡി സ്റ്റഡീഡ് ദിസ് ഇക്വേഷൻസ് ഇൻ പാർട്ട് 6 വീഡിയോ. ഓക്കെ, നമ്മളെ എല്ലാ ഇക്വേഷൻസും കൂടി ഒറ്റതിൽ എഴുതിയതാണ്. കാണാൻ കുറച്ച് ഭംഗിയില്ലെങ്കിലും നിങ്ങൾ വൃത്തിയിൽ നോട്ടിലോ പഠിക്കുന്ന ബുക്കിലോ എഴുതി വെക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ ഈ ഒരു 5-6 ഇക്വേഷൻസ് നമ്മൾ ആൻസർ ബുക്ക്ലെറ്റിലാണെങ്കിലും നിങ്ങളുടെ നോട്ടിലാണെങ്കിലും ഈ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്, ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മളോട് പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 2 കണ്ടീഷൻ ഉണ്ട് എപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷൻസ് നടക്കാൻ. ഒന്ന് എക്സ്ട്രീം പൊസിഷനിൽ തുടങ്ങി തിരിച്ച് എക്സ്ട്രീം പൊസിഷനിൽ തന്നെ എൻഡ് ചെയ്യുന്ന കേസ്. രണ്ടാമത്തേത് മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് എക്സ്ട്രീമിലേക്ക് പോയി തിരിച്ച് മീൻ പൊസിഷനിൽ തന്നെ എൻഡ് ചെയ്യുന്ന കേസ്. ഈ 2 കേസിലുള്ള കണ്ടീഷൻസിനുള്ള ഇക്വേഷൻസാണ്. ഫ്രം മീൻ പൊസിഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു 180/π. where x is the position, r is the amplitude, omega angular velocity, t is the time. ഒമേഗനെ റേഡിയനെ സെക്കൻഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കേസാണെങ്കിൽ പൊസിഷൻ വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π. മീൻ ആവുമ്പോൾ കോസ് ആയിരിക്കും, എക്സ്ട്രീം പൊസിഷൻ ആവുമ്പോൾ അവിടെ സൈൻ ആയിരിക്കും. ഇനി വെലോസിറ്റിൻ്റെ ഇക്വേഷനാണ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, ആർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ, അതായത് ഡിസ്റ്റൻസ്. നമ്മൾ ആർ കോസ് ഒമേഗ ടി ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ വെലോസിറ്റി മാക്സിമം വെലോസിറ്റി ആവുമ്പോഴാണ് വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എക്സ്, വിച്ച് മീൻസ് ആറിൻ്റെ വാല്യൂ 0 ആവുന്ന കേസിൽ ഇക്വേഷൻ വിൻ്റെ വാല്യൂ വി മാക്സ് എന്താവും? ഒമേഗ എക്സ് ആവും. ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. ആക്സിലറേഷൻ എപ്പോഴാണ് മാക്സിമം ആവുക? എക്സിൻ്റെ വാല്യൂ മാക്സിമം ആവുമ്പോഴാണ് ആക്സിലറേഷൻ മാക്സിമം ആവുന്നത്. ദാറ്റ് ഈസ് maximum acceleration a max is equal to omega square into r. പിന്നെന്ത് നമ്മൾ ബേസിക് ഇക്വേഷൻ ആണ് ഒമേഗൻ്റെ വാല്യൂ 2πf, എഫ് ഇസ് ഈക്വൽ ടു 1/TP. ഇങ്ങനെ 2 ഇക്വേഷൻസ്. അപ്പോൾ ടോട്ടൽ ആകെ നമുക്കൊരു 6 ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ. സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഈ 6 ഇക്വേഷനും നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ഇങ്ങനെ എപ്പോഴാണോ ഏതാണോ വേണ്ടതെന്ന് പറഞ്ഞ് നോക്കി എഴുതിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നമ്പർ 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രോബ്ലം നമ്മൾ വീഡിയോ പാർട്ട് 6 വീഡിയോയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തത് കാരണം ഈ പ്രോബ്ലം 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ വായിക്കുക. എ ബോഡി ഈസ് മൂവിങ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ശരിയാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പ്രോബ്ലംസ് ആണ്. ഹാസ് വെലോസിറ്റീസ് 10 m/s ആൻഡ് 4 m/s അറ്റ് 2 m ആൻഡ് 4 m ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ. ഇവിടെ 2 വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് നമ്മൾ എടുത്തെഴുതുമ്പോൾ V1 ഇസ് ഈക്വൽ ടു 2 വെലോസിറ്റി തന്നത് കാരണം നമ്മൾ 2 V1ഉം V2 പറഞ്ഞിട്ട് 2 വെലോസിറ്റി എടുത്തെഴുതി. ദാറ്റ് ഈസ് V1 ഈക്വൽ ടു 10 m/s ആൻഡ് V2 ഇസ് ഈക്വൽ ടു 4 m/s. അറ്റ് 2 m ആൻഡ് 4 m ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ.
അപ്പോൾ 2 and 4 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് എന്നുള്ള ടേമിലാണ്. x1 ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണെന്നും x2 ഈസ് ഈക്വൽ ടു 4 മീറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സച്ച് ദാറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആണ്. അപ്പോൾ നമ്മളെ കണ്ടീഷൻ മീൻ പൊസിഷനിലുള്ളതാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആർ സൈൻ ഒമേഗ ടി. ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടൈം പീരിയഡ്. ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആറാണ്, ടൈം പീരിയഡ് ടി പി ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസറാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. നമ്മളെ കയ്യിലുള്ള ഒരു 6 ഇക്വേഷൻ നമ്മൾ സൈഡിൽ നോട്ട് ചെയ്യുക. എക്സിൻ്റെ ഇക്വേഷൻ, വിൻ്റെ ഇക്വേഷൻ, വി മാക്സിൻ്റെ ഇക്വേഷൻ, എൻ്റെ ഇക്വേഷൻ, എ മാക്സിൻ്റെ ഇക്വേഷൻ, അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള 6 ഇക്വേഷൻ നമ്മൾ സൈഡിൽ നോട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കുള്ള വാല്യൂസ് വിൻ്റെ വാല്യൂ ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ഉണ്ട്, ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടി പിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം മാച്ച് ആവുന്ന ഇക്വേഷൻ ഏതാണെന്ന് നമ്മൾ ആ 6 എഴുതിയിൽ നോക്കുക. ഏകദേശം കുറേയൊക്കെ മാച്ച് ആവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ്. ഈ ഇക്വേഷനാണ് നമുക്ക് ഏറ്റവും കുറച്ചും കൂടി ആപ്റ്റായിട്ട്, ഈ പ്രോബ്ലത്തിന് ആപ്റ്റായിട്ട് തോന്നുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഇനി വേറെ ഏതെങ്കിലും ഇക്വേഷനാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതെടുക്കുക, നോ പ്രോബ്ലം. 2 കണ്ടീഷൻ ഉണ്ട് അല്ലേ? ഒന്ന് V1ൻ്റെ കേസിലൊരു കണ്ടീഷനുണ്ട്, ഒന്ന് V2ൻ്റെ കേസിലൊരു കണ്ടീഷനുണ്ട്. V1ൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് വരും? V1 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഓക്കെ, സെയിം ഇക്വേഷനാണ്. ഒമേഗ ഒരൊറ്റ ബോഡിയാണ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ അതിനുണ്ടാകുന്ന ആംഗുലാർ വെലോസിറ്റിയും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒമേഗ 1 R1 എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ആകെ വേരി ചെയ്യുന്നത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ദെർഫോർ വി പുട്ട് ഇറ്റ് ആസ് x1. ആൻഡ് ഓൾസോ V2ൻ്റെ ഇക്വേഷൻ എന്ത് വരും? V2 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് x2 സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1ൻ്റെ വാല്യൂ വി ഓൾറെഡി ന്യൂ, 10 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആറ് അൺനോൺ ആണ്, അപ്പോൾ 6 തന്നെ എഴുതി, ആർ സ്ക്വയർ മൈനസ് x1 എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ. സിമിലർലി V2 4 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. x2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 10 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 4 എന്നും വരും. ഇവിടെ 4 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 16 എന്ന് വരും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻ കിട്ടി. സാധാരണ നമ്മൾ ഈ 2 ഇക്വേഷൻ കിട്ടിയാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഒന്നല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. ഞാനിവിടെ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ആണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റും അതായത് 2 മൾട്ടിപ്ലിക്കേഷനും റൂട്ടൊക്കെ വരുന്ന കേസിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്, ആഡ് ചെയ്യുന്നതിനേക്കാളും സബ്സ്ട്രാക്ട് ചെയ്യുന്നതിനേക്കാളും. നമ്മൾ എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 16 എന്ന് വരും. ഒമേഗ ക്യാൻസൽ ചെയ്തു. 10 by 4 is equal to root of r square minus 4 divided by root of r square minus 16. ഇനി r square വെട്ടണം തോന്നുന്നുണ്ടോ? അങ്ങനെ വെട്ടരുത്. റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഓൾവേസ് റൂട്ടിനെ പുറത്തെടുത്തിട്ട് വേണം നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ 2 സൈഡിൽ റൂട്ട് വരുന്ന കേസിൽ നമുക്ക് വി ക്യാൻ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. നമ്മൾ ഇക്വേഷൻ എന്താവും? 100 ഡിവൈഡഡ് ബൈ 16 ഇസ് ഈക്വൽ ടു റൂട്ട് മാറി ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 16 ആവും. 2 റൂട്ട് മാറും. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമ്മളിത് എന്താവും? 100 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 16 ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 4. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും 100 ആർ സ്ക്വയർ മൈനസ് 1600
is equal to 16r square minus 64. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 18.28 എന്ന് കിട്ടും. Therefore r is equal to root of 18.28, that is 4.28 മീറ്റർ. ആംപ്ലിറ്റ്യൂഡ് ഇത്രേ കിട്ടും. ഒരു ആൻസറായി. നമുക്ക് ആംപ്ലിറ്റ്യൂഡും കിട്ടണം, ടൈം പീരിയഡും കിട്ടണം. അപ്പോൾ ടൈം പീരിയഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ എഫ് ആണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ 1 എടുത്തു. ഇക്വേഷൻ 1 നമ്മൾ ആറിൻ്റെ വാല്യൂ 4.28 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് 10 is equal to ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 4.28 സ്ക്വയർ മൈനസ് 4. ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു 2.65 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. നമ്മളോട് ഒമേഗ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്, നമ്മളോട് ടൈം പീരിയഡാണ്. വി നോ ടൈം പീരിയഡ് ഇസ് ഈക്വൽ ടു ടി പി ഇസ് ഈക്വൽ ടു 1/f ആണ്. ദാറ്റ് ഈസ് ടി പി ഇസ് ഈക്വൽ ടു എന്ത് വരും? 2π/ഒമേഗ. എങ്ങനെയത് കിട്ടുന്നത്? നമുക്കറിയാം എന്താ, എഫ് ഇസ് ഈക്വൽ ടു വി നോ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. Therefore f is equal to omega divided by 2π ആണ്. അപ്പോൾ ടി പി ഇസ് ഈക്വൽ ടു 1/f ആകുമ്പോൾ അത് നമ്മൾ 2π/ഒമേഗ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ ഒമേഗൻ്റെ വാല്യൂ എത്ര? 2.65 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടി പി ഇസ് ഈക്വൽ ടു 2.37 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2018 ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണിത്. The piston of an IC engine moves with simple harmonic motion. The cranks rotate at 420 rpm and the stroke length is 40 cm. Find the velocity acceleration of the piston when it is at a distance of 10 cm from the mean position. അപ്പോൾ ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാണ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെങ്കിൽ ഒരു IC എൻജിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പ്രോബ്ലമാണ്. ആ IC എൻജിനിലുള്ള പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് അവർ പറഞ്ഞു. അതായത് നമ്മളെ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പ്രോബ്ലംസാണ് നമുക്കറിയുന്ന എല്ലാ ഇക്വേഷനും നമ്മൾ സൈഡിൽ എഴുതി. എന്നിട്ട് ഗിവൺ ഡാറ്റാസ് നോക്കുകയാണ്. ഗിവൺ ഡാറ്റാസിൽ ഫസ്റ്റിന് തന്നിട്ടുള്ളത് ക്രാങ്ക് റൊട്ടേറ്റ്സ് അറ്റ് 420 rpm. റൊട്ടേഷൻസ് പെർ മിനിറ്റ്. RPM എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻസ് പെർ മിനിറ്റ്. RPM എന്ന് പറയുന്ന എന്നിൻ്റെ വാല്യൂ ആണ് 420 rpm എന്ന് തന്നത്. ആംഗുലാർ വെലോസിറ്റി ഡയറക്റ്റ് റേഡിയൻസ് പെർ സെക്കൻഡ് തരുന്ന പകരം ചില കേസിൽ നമുക്ക് റൊട്ടേഷൻസ് പെർ മിനിറ്റ്, സൈക്കിൾസ് പെർ മിനിറ്റ് അങ്ങനത്തെ ഒക്കെ കേസിൽ നമുക്ക് തരും. ഇങ്ങനത്തെ കേസിൽ ഈ എൻ വാല്യൂവിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2πn ഡിവൈഡഡ് ബൈ 60. അത്രയും റേഡിയൻസ് പെർ സെക്കൻഡിൽ കിട്ടും. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ തരുമ്പോൾ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2πn/60. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. ക്രാങ്ക് റൊട്ടേറ്റ് അറ്റ് 420 rpm ആൻഡ് ദ സ്ട്രോക്ക് ലെങ്ത് ഈസ് 40 cm. എന്താണ് ഈ സ്ട്രോക്ക് ലെങ്ത്? നമുക്ക് പഠിക്കാം. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോബ്ലം. ഇതൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് പമ്പാണ്. ഈ റെഡ് കളറിൽ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് എന്ത്? പിസ്റ്റൺ. ഇവിടെയാണ് നമ്മളെ പിസ്റ്റൺ ഉള്ളത്. ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന പിസ്റ്റൻ്റെ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ മൂവ്മെൻറ്റ്, ഡോട്ടഡ് ബ്ലൂ കളറല്ല,
ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ രണ്ടെണ്ണമാണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന മാക്സിമം എക്സ്ട്രീം എൻഡ്. അതായത് നമ്മളുടെ ഈ ഒരു ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പിസ്റ്റണ് ഈ ഒരു ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മാക്സിമം പിസ്റ്റൺ മൂവ് ചെയ്യുന്ന മാക്സിമം ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രോക്ക് ലെങ്ത്ത് എൽ. ഈ എൽ എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത് ആണ്. അതായത് നമ്മളൊരു പിസ്റ്റൻ്റെ മാക്സിമം സ്ട്രോക്കിന് എടുക്കുന്ന ലെങ്ത്ത്, അതായത് മാക്സിമം മൂവ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് തന്നെയാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × R ആണ്. R എന്ന് പറയുന്നത് ക്രാങ്ക് ലെങ്ത്ത്. ഈ ഒ സി എന്ന് പറയുന്ന ലൈനാണ് ക്രാങ്ക്. ഈ ഒ സി എന്ന് പറയുന്ന ലൈന് ഈ റൊട്ടേഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്, ടു ആൻഡ് ഫ്രോ മോഷനിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ് എന്ത്, stroke length is equal to 2 into crank length, that is 2 into R. Question vaika, find the velocity and acceleration of the piston when it is at a distance of 10 cm from its mean position. ഈ ഡോട്ടഡ് ലൈനിലുള്ള ബ്ലൂ കളറിലെത്തുമ്പോൾ, അതായത് സെൻറ്ററിൽ നിന്നും 10 സെൻറ്റിമീറ്റർ സൈഡിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി എന്താ, ആക്സിലറേഷൻ എന്താണെന്നാണ് നമ്മൾ പ്രോബ്ലം. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ n is equal to 420 RPM എന്നാണ്. അതായത് ഒമേഗൻ്റെ വാല്യൂ റേഡിയൻസ് പെർ സെക്കൻഡിൽ തരുന്ന പകരം നമുക്ക് റൊട്ടേഷൻസ് പെർ മിനിറ്റിലാണ് തന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ കൺവേർട്ട് ചെയ്യണം നമ്മളുടെ യൂണിറ്റിലേക്ക്. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2πn ഡിവൈഡഡ് ബൈ 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു n എന്ന് പറയുന്നത് എത്രയാണ്, 420 ഡിവൈഡഡ് ബൈ 60. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗൻ്റെ വാല്യൂ 43.96 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഒമേഗൻ്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് ഗിവൺ ഡാറ്റ എന്താ, സ്ട്രോക്ക് ലെങ്ത്ത് L is equal to 40 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം മൊഡ്യൂൾ 4 മൊഡ്യൂൾ 5 എല്ലാ പ്രോബ്ലംസും നമ്മൾ ബേസിക് യൂണിറ്റ് മീറ്റർ സെക്കൻഡ് ന്യൂട്ടർക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും, 40 × 10⁻²⁻². സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 10⁻², മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻3. അപ്പോൾ നമുക്ക് L is equal to 0.4 മീറ്റർ എന്ന് കിട്ടി. And we already knew stroke length L is equal to 2 into crank length R ആണ്. That is 0.4 is equal to 2R. Therefore R is equal to 0.2 meter. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് ഇപ്പോൾ ഗിവൺ ഡാറ്റാസ് ഈ രണ്ട് ഡാറ്റാസാണ് തന്നിരിക്കുന്ന. സ്ട്രോക്ക് ലെങ്ത്തിൽ നിന്ന് നമുക്ക് ക്രാങ്കിൻ്റെ ലെങ്ത്തും കിട്ടി, പിന്നെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ നിന്ന് നമുക്ക് ഒമേഗൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞത് എക്സിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആവുമ്പോൾ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ ദാറ്റ് ഈസ് 0.1 മീറ്റർ ആവുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 0.1 മീറ്റർ ആവുമ്പോൾ ഉള്ള വെലോസിറ്റി എന്താ, ആക്സിലറേഷൻ എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, വെലോസിറ്റി V is equal to ഒമേഗ ഇൻറ്റു √R² മൈനസ് x². ദാറ്റ് ഈസ് ഒമേഗൻ്റെ വാല്യൂ വി ഓൾറെഡി ന്യൂ 43.96 ഇൻറ്റു √R എന്ന് പറയുന്നത് 0.2² മൈനസ് എക്സ് എന്ന് പറയുന്നത് 0.1² ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 7.62 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നെക്സ്റ്റ് ആണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ, A is equal to ω²x. ഒമേഗ എന്ന് പറയുന്നത് 43.96² ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0.1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 193.24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. വെലോസിറ്റിൻ്റെ യൂണിറ്റ് എഴുതിയില്ലേ? ഓക്കെ, വെലോസിറ്റിയും കിട്ടി, ആക്സിലറേഷനും കിട്ടി. ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇനി നമുക്കെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും,
മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ഇക്വേഷൻസ് എഴുതുമ്പോൾ ഒരു നെഗറ്റീവ് സൈനും കൂടി ഇട്ടിരുന്നു ഇക്വേഷനിലൊക്കെ. അതായത് -ω²x അല്ലെങ്കിൽ -ω√r² - ഇങ്ങനെ എല്ലാത്തിലും മൈനസ് ഇടണം നിർബന്ധമില്ല. മൈനസ് ആകെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്. നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ മൈനസ് ഇട്ടിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിലും പ്ലസ് സൈൻ ഇട്ടിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടും കറക്റ്റാണ്. ഓക്കെ, go through the next problem. A particle is moving with a simple harmonic motion, has an amplitude of 4.5 meter and period of oscillation is 3.5 second. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center and on the same side of the mean position. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ള മെത്തേഡ് മാത്രമേ ഞാൻ പറഞ്ഞുതരുള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് എന്താ? സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഗിവൺ ഡാറ്റ 6, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6ആണ്, ദാറ്റ് ഈസ് 4.5 മീറ്റർ. പീരിയഡ് ഓഫ് ഓസിലേഷൻ ദാറ്റ് ഈസ് ടൈം പീരിയഡ് TP ഈസ് ഈക്വൽ ടു 3.5 സെക്കൻഡ്. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center on the same side of the mean position. അപ്പോൾ അസ്യൂം ചെയ്യുക പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്താണിത്. ഇതാണ് ആ മൂവ് ചെയ്യുന്നതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. സെൻറ്ററിൽ നിന്നും 1.5 മീറ്റർ ഡിസ്റ്റൻസിലൊരു പോയിൻ്റിൻ്റെ സെൻട്രൽ നിന്നും എന്ന് പറഞ്ഞൊരു പോയിൻ്റ് 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ 3.5 മീറ്റർ ഡിസ്റ്റൻസിൽ B എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ time taken to travel between A and B. 2 points which are a distance of the center same on the side. Time required by the particle to pass 2 points. ഈ എനെയും ബിനെയും കൂടി പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പോൾ എക്സാമ്പിൾ എടുക്കുക. കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ടോട്ടൽ റണ്ണിങ് ട്രെയിനിലെടുക്കുന്ന ടൈം 8 hours. കാസർഗോഡിൽ നിന്ന് മലപ്പുറത്തേക്ക് എടുക്കുന്ന ടൈം 2 hours. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എടുക്കുന്ന ടൈം എത്രയായിരിക്കും വരിക? 8 മിനിറ്റിൽ നിന്ന് നമ്മൾ 2 മിനിറ്റ് മൈനസ് ചെയ്ത് 6 hours ആണെന്ന് കിട്ടും. 8 മണിക്കൂറിൽ നിന്ന് 2 മണിക്കൂർ മൈനസ് ചെയ്താൽ 6 hours ആണെന്ന് കിട്ടും. സെയിം കൺസെപ്റ്റാണ് ഇവിടെ ചോദിക്കുന്നത്. A to B, അതായത് മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രത്തിലേക്ക് എത്താനുള്ള ടൈം എത്ര? വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എ കാർ ടു പാസ് ബിറ്റ്വീൻ 2 points. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സെൻട്രൽ നിന്നും, അതായത് കാസർഗോഡിൽ നിന്നും സെൻട്രൽ നിന്നും B എന്നുള്ള പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ഒരു ടൈം T1 കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ നിന്നും എയിലേക്ക് എത്താനുള്ള ടൈം T2 കണ്ടുപിടിക്കണം. ഈ T1 മൈനസ് T2 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടൈം ടേക്കൺ ബിറ്റ്വീൻ A ആൻഡ് B കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പോൾ ഗിവൺ ഡാറ്റയിൽ ബാക്കിയുള്ള തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? x1 ഇസ് ഈക്വൽ ടു 3.5 മീറ്റർ ആണ് ആൻഡ് x2 ഇസ് ഈക്വൽ ടു 1.5 മീറ്റർ ആണ്. പിന്നെ r ഇസ് ഈക്വൽ ടു 4.5 മീറ്ററും ടൈം പീരീഡ് TP ഇസ് ഈക്വൽ ടു 3.5 സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതൊക്കെ ഗിവൺ ഡാറ്റാസാണ്. ടൈം പീരീഡ് 3.5 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒമേഗൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 2πf, ദാറ്റ് ഈസ് 2π/TP. 2πf ആണ്. എഫ് എന്ന് ഈക്വൽ ടു 1/TP ആയതുകൊണ്ട് നമുക്ക് 2π/TP, ദാറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ 3.5 സെക്കൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1.79 യൂണിറ്റ് എഴുതുക, റേഡിയൻസ് പെർ സെക്കൻഡ്. ഒമേഗൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക്
നമ്മളുടെ 6 ഇക്വേഷൻ സൈഡിൽ എഴുതാം. മാക്സിമം ഇതിൽ വെലോസിറ്റി തരാത്തതുകൊണ്ട് നമുക്ക് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. ആക്സലറേഷൻ തരാൻ പറ്റത്തുകൊണ്ട് ആക്സലറേഷൻ്റെ ഇക്വേഷനും എഴുതാൻ പറ്റില്ല. നമുക്ക് ആകെ ഇവിടെ എഴുതാൻ പറ്റുന്നത് ഫസ്റ്റ് ഇക്വേഷൻ, പൊസിഷൻ്റെ ഇക്വേഷൻ ആണ്. രണ്ടും ഫ്രം മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ഇൻറ്റു 180/π എന്ന് പറഞ്ഞുള്ള ഈ ഇക്വേഷനാണ് നമുക്കിവിടെ മാക്സിമം യോജിച്ചത്. രണ്ട് കണ്ടീഷൻ ഉണ്ട് അല്ലേ, രണ്ട് കേസാണ്. x1ൻ്റെ വാല്യൂ x2ൻ്റെ വാല്യൂ നോക്കിയിട്ട് രണ്ട് കേസിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ത് എഴുതാം? x1 ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സൈൻ ഒമേഗ T1 ഇൻറ്റു 180/π. ആറും ഒമേഗ സെയിം ആയതുകൊണ്ട് നമ്മൾ സെയിം തന്നെ എഴുതി. x2 ഇസ് ഈക്വൽ ടു, സെക്കൻഡ് കേസ് എന്ത് വരും? x2 ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ T2 ഇൻറ്റു 180/π. രണ്ട് കേസ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ എഴുതി. വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? 3.5, x1 3.5 ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് 4.5 സൈൻ ഒമേഗൻ്റെ വാല്യൂ എത്രയാണ്? 1.79 T1 ഇൻറ്റു 180/π. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ 3.5 divided by 4.5 is equal to sin 1.79 T1 into 180/π. ഈ ഇക്വേഷൻ നമുക്ക് പിന്നെ സോൾവ് ചെയ്യാം കേട്ടോ. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 7/9 is equal to sin 102.86 T1 എന്ന് വരും. ഇതിനെങ്ങനെ ഇനി നമ്മൾ സോൾവ് ചെയ്യാം? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 7/9 ആണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് സൈൻ 102.86 T1 ആണ്, ഇസ് ഈക്വൽ ടു 7/9 ആണ്. ഈ T1നെ ഒറ്റയ്ക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് സൈനിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 102.86 T1 ഈ സൈനിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാകുമ്പോൾ എന്താവും? ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 7/9. ഇത് കാൽക്കുലേറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. എന്നിട്ട് ഈ 102.86 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ T1 ഇസ് ഈക്വൽ ടു 0.49 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാൽക്കുലേറ്ററിൽ ഈ സൈൻ ഇൻവേഴ്സ് 7/9 എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ T1ൻ്റെ വാല്യൂ കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനാണ് സോൾവ് ചെയ്തത്. ഈ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് T1ൻ്റെ വാല്യൂ കിട്ടിയത്. സിമിലർ പോലെ തന്നെ ഈ സെക്കൻഡ് ഇക്വേഷൻ സെയിം കൺസെപ്റ്റാണ്. വാല്യൂസിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. x2ൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ. അതനുസരിച്ച് ഒരു T2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. T1ഉം കിട്ടി, T2ഉം കിട്ടി. എയിലേക്ക് എത്തുന്നപ്പോൾ സെൻട്രലിൽ നിന്നും എയിലേക്ക് എത്തുന്ന ടൈം കിട്ടി, സെൻട്രലിൽ നിന്നും ബിയിലേക്ക് എത്തുന്ന ടൈമും കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ടു ബി എടുക്കുന്ന ടൈം എങ്ങനെ കണ്ടുപിടിക്കുക? T2 മൈനസ് T1. അങ്ങനെ T2 മൈനസ് T1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് 0.3 സെക്കൻഡ് എന്ന് കിട്ടണം. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ മനസ്സിലായില്ലേ? അതേ കണ്ടീഷനിൽ തന്നെ T2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് T2 മൈനസ് T1 കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ 0.39 സെക്കൻഡ് കിട്ടുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്യുക. നോട്ടിൽ കറക്റ്റായിട്ട് ചെയ്യുക. ഫുൾ കോപ്പിങ് അല്ല, നിങ്ങളും കൂടി ചെയ്തിട്ട് വേണം പഠിക്കാൻ. നെക്സ്റ്റ് പ്രോബ്ലം. എ ബോഡി ഈസ് വൈബ്രേറ്റിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 150 mm
ആൻഡ് ഫ്രീക്വൻസി 3 CPS എന്ന് പറഞ്ഞാൽ സൈക്കിൾസ് പെർ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പ്രോബ്ലമാണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതാം. ഫസ്റ്റ് ഡാറ്റ എന്താ? ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ്. ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു 150 mm. നമ്മളുടെ ബേസിക് യൂണിറ്റ് ഏതൊക്കെയാണ്? മീറ്റർ ആയിരിക്കണം, സെക്കൻഡ് ആയിരിക്കണം, ന്യൂട്ടൺ ആയിരിക്കണം. ഇത് മില്ലിമീറ്ററാണ്. മില്ലിമീറ്ററിനെ എങ്ങനെ മീറ്ററിലേക്കാക്കും? 150 ഇൻറ്റു 10⁻³ മില്ലിമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ 10⁻³ മീറ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു 0.15 മീറ്റർ. ആദ്യത്തെ ഡാറ്റ കിട്ടി. നെക്സ്റ്റ് ഫ്രീക്വൻസി 10 CPS. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു എത്ര എന്നത്? 3 സൈക്കിൾസ് പെർ സെക്കൻഡ്. യൂണിറ്റ് കറക്റ്റാണോ നോക്കുക. ഇവിടെ സൈക്കിൾ പെർ സെക്കൻഡാണ്, സെക്കൻഡിലാണ് യൂണിറ്റ്, അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഗിവൺ ഡാറ്റയാണ്. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. മാക്സിമം വെലോസിറ്റിയും മാക്സിമം ആക്സിലറേഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻസ്, മാക്സിമം വെലോസിറ്റി വി മാക്സിൻ്റെ ഇക്വേഷൻ എന്താ? വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ ആണ്. എ മാക്സിൻ്റെ ഇക്വേഷൻ എന്താ? ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ആണ്. ഇതിൽ ആറിൻ്റെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഒമേഗ മാത്രമാണ്. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ എഫ് തന്നിട്ടുണ്ടെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. ദാറ്റ് ഈസ് 2 ഇൻറ്റു പൈ ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 6π. അത്രയും റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അടുത്തതിന് വെലോസിറ്റി മാക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വി മാക്സ് ഇസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷനാണ് വെലോസിറ്റി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആറ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നെഗറ്റീവ് ഇടാം, നെഗറ്റീവ് ഇടാതിരിക്കുക. എങ്ങനെ ചെയ്താലും നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഒമേഗൻ്റെ വാല്യൂ 6π എന്ന് കിട്ടിയിട്ടുണ്ട്. 6π ഇൻറ്റു 6 0.15 ചെയ്യുമ്പോൾ നമുക്ക് വി മാക്സ് ഇസ് ഈക്വൽ ടു 2.87 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാത്തിനും യൂണിറ്റ് എഴുതണം, നിർബന്ധമാണ്. നെക്സ്റ്റ് ഉള്ളത് എ മാക്സ് ആണ്. എ മാക്സിൻ്റെ ഇക്വേഷൻ എന്താ? ഒമേഗ സ്ക്വയർ ഇൻറ്റു ആറ്. ഒമേഗ സ്ക്വയർ, ഒമേഗൻ്റെ വാല്യൂ 6π ആണ്. 6π സ്ക്വയർ ഇൻറ്റു 6 0.15. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ മാക്സ് ഇസ് ഈക്വൽ ടു 53.24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ അണ്ടർഗോ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള പ്രോബ്ലമാണ്. ഫൈൻഡ് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് മോഷൻ ദ വെലോസിറ്റി വിൽ ബി ഹാഫ് ദ മാക്സിമം വെലോസിറ്റി. ഇതിൽ ഗിവൺ ഡാറ്റാസ് ഒന്നുമില്ല അല്ലേ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രൂഫ് പോലെ തന്നെയാണ്. ഇതിൽ വാല്യൂസും ഗിവൺ ഡാറ്റ ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് ആറിലോ അല്ലെങ്കിൽ ഒമേഗയിലോ അല്ലെങ്കിൽ എക്സിലോ ആണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതിൽ ആൻസർ തന്നിരിക്കുന്നതിന് എക്സിൻ്റെ വാല്യൂ 0.866 ആർ എന്നാണ് കിട്ടേണ്ടത്. വാല്യൂ ഒന്നും തരേണ്ട ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് മോഷൻ വെലോസിറ്റി വിൽ ബി ഹാഫ് ദ മാക്സിമം വെലോസിറ്റി. രണ്ടും വെലോസിറ്റിയാണ്. ഒരു വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √r² മൈനസ് x² ആണ്. ഹാഫ് ദ മാക്സിമം വെലോസിറ്റി, മാക്സിമം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ആർ ആണ്. ഇവർ പറയുന്ന കണ്ടീഷൻ എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റിൻ്റെ ഹാഫാണ്. അതായത് നമുക്കുള്ള വെലോസിറ്റി ഈസ് ഈക്വൽ ടു മാക്സിമം വെലോസിറ്റിൻ്റെ ഹാഫാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ, ഡിസ്റ്റൻസ് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, വെലോസിറ്റി ഈസ് ഹാഫ് മാക്സിമം വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഹാഫ് ഓഫ് വി മാക്സ്. വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ഇൻറ്റു
റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാക്സിമം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ ഒമേഗ ഇൻറ്റു ആർ ആണ്. ഇതിൽ ഒമേഗ ഉണ്ട് രണ്ടും ക്യാൻസൽ ചെയ്തു. എന്ത് വന്നു? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ബൈ 2. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ കണ്ട പോലെ തന്നെ സ്ക്വയർ റൂട്ടൊക്കെ വരേണ്ട സമയത്ത് നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും ബെറ്റർ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മളെ ഇക്വേഷൻ ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 4 എന്ന് വരും. ഓക്കെ, ഒരു സ്ലൈഡിൻ്റെ കമ്മിയുണ്ട്, നിങ്ങളൊന്ന് പ്രോബ്ലം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്തായി മാറി? 4 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 4r square minus 4x square is equal to r square. സോൾവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3r square by 4. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 by 2r. ദാറ്റ് ഈസ് 0.866 r. ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് പ്രോബ്ലംസ്. എല്ലാ പ്രോബ്ലംസും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോബ്ലമൊക്കെ ചെയ്യാൻ ഓക്കെയാണ്, ദിസ് ഇസ് സോ സിമ്പിൾ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. എല്ലാ പ്രോബ്ലംസും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്വന്തം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.